വലിയ പ്രമാദമായിരുന്നു. എന്നിട്ട് അവിടെ വലിയ തീവെപ്പും പ്രശ്നങ്ങളും ഒക്കെ ആയി. കുറച്ച് ആളുകൾ ഈ ഇത്തരത്തിൽ തീവ്രവാദമായി ചിന്തിക്കുന്നവരുണ്ട്. നല്ല മുസ്ലിം സഹോദരങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഈ ഗോപസ്വാമിയുടെ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അദ്ദേഹം രാവിലെ ഈ അമ്പലമാകുമ്പോൾ കീർത്തനം ഇടുമല്ലോ, അത് കേൾക്കാനുള്ള വൈമനസ്യമായിരുന്നു അദ്ദേഹത്തിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവിടെ ഒരു നാഗരുടെ പ്രതിഷ്ഠ ദേവപ്രശ്നത്തിൽ പറഞ്ഞ് അത് വയ്ക്കാൻ പോയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. ആളുകൾ വന്ന് തടയും, ഇയാൾ ഒറ്റപ്പെടുത്തി. പല ആളുകളൊക്കെ വിട്ടുപോകും. ഇയാൾ ഈ സ്വാമി ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്ന് അവസാനം അദ്ദേഹത്തിനെ മരണസമയത്തും ഒക്കെ അയാളെ വേട്ടാടിയത് കണ്ടിരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞതുമാണ് സത്യമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല ഈ ആറാലുമൂട് ഇപ്പോഴത്തെ ഈ ക്ഷേത്ര വിവാദം. അല്ല, അന്നും SDP-ക്ക് എതിരെയാണ് ആരോപണം ഉയർന്നിരുന്നത്, ചില വിഭാഗത്തിനെതിരെയാണ്. അതേ സംഭവം തന്നെയല്ലേ ഇവിടെ ആവർത്തിക്കുന്നത്? അതെ, അതേ സംഭവമാണ്. സർക്കാരിൻ്റെ നിരുത്തരവാദമായ പ്രവർത്തനമാണിത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഒരു 10-40 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഞാനവിടെ സംഘത്തിൻ്റെ ചുമലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ സജീവമായിട്ട് പോകണതാണ്. എനിക്ക് അവിടത്തെ കുറിച്ച് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു നോട്ടീസ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നടപടി, കോടതി, ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ദൈനംദിനം രാവിലെ ആരാധനയുള്ള ഒരു ക്ഷേത്രം വന്ന് പൂട്ടിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പൂട്ടിയത്? എങ്ങനെയാണ് തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറയുന്നത് അവിടെ ഈ പറമ്പോക്കെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ 25 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.